MRPL പെട്രോളാണ് അടിക്കാൻ പോകണം കേട്ടോ. ഇനിയിപ്പോൾ ആർക്ക് സംശയം വേണ്ട MRPL ആണോ എന്നുള്ളത് ഞാൻ MRPL എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ നേരിൻ്റെ ടെസ്റ്റാണ് നടത്താൻ പോകുന്നത്. അതിൻ്റെ ഡെൻസിറ്റി വന്നിട്ട് 755.4 കേട്ടോ ഡെൻസിറ്റി കാണിക്കുന്നത്. നോക്കുക, ഇതിലൊരു 50 റുപ്യ പെട്രോൾ കേട്ടോ, 50 റുപ്യ. ആ നോക്കുക കേട്ടോ, MRPL ആണ്. ഇപ്പം നേരെ പമ്പിൽ നിന്നാണ് ഇപ്പോൾ പെട്രോൾ അടിച്ചേക്കുന്നത്. 50 റുപ്യൻ്റെ പെട്രോളാണ് ഞാനിപ്പോൾ വാങ്ങിയത്. പമ്പിൽ നിന്ന് 735.5 ഡെൻസിറ്റി കേട്ടോ. നോക്കുക, സെയിം ടൈം തന്നെയാണ്. 7:30 വൈകുന്നേരം പിന്നെ 7:30 സമയത്താണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റ് എല്ലാ സമയത്തും ആ ഒരു ടെമ്പറേച്ചറിൽ തന്നെയാണ്. അപ്പം നമ്മൾ കണ്ടിരിക്കുന്നത് നയാര MRPL. ഈ നയാര MRPLും നമ്മൾ പെട്രോൾ വാങ്ങുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിൻ്റെ ഡെൻസിറ്റി എത്രയെന്നുള്ളത്. 735.5 നേരയുടെ ഡെൻസിറ്റി കാണുന്നത്. അപ്പോൾ സാധാരണ ഡെൻസിറ്റി കൂടിയ വണ്ടിയാണ് മൈലേജ് കൂടുതൽ ഉണ്ടാകുന്നുള്ളതൊക്കെ ഞാൻ കേട്ടു. എനിക്ക് മനസ്സിലായി അറിഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ അതങ്ങനെ തന്നെ ഉണ്ടാവാറും ഉള്ളത്. അപ്പോൾ ഏതായാലും ഡെൻസിറ്റി കൂടുതലായിട്ട് കാണിച്ചേക്കുന്ന 755.4 MRPLാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നയാരയുടെ പെട്രോൾ. അപ്പോൾ കഴിഞ്ഞ ടെസ്റ്റിൽ ഞാൻ റോഡ് ടെസ്റ്റാണ് നടത്തിയിട്ടുള്ളത്. റോഡ് ടെസ്റ്റിനൊരു ചില ആൾക്കാർ കമൻറ്റ് ചെയ്ത് അക്യുറേറ്റ് ആയിട്ട് കിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു 50 ml പെട്രോൾ, 50 ml അല്ല 40 ml പെട്രോൾ എടുക്കുള്ളൂ. 40 ml പെട്രോൾ എടുത്ത് വണ്ടി കിക്ക് സ്റ്റാർട്ട് ചെയ്യുക. കിക്ക് സ്റ്റാർട്ട് ഒറ്റ കിക്കിൽ സ്റ്റാർട്ട് ആവണം എന്നുള്ള പ്രത്യേകത. ഒറ്റ കിക്കിൽ സ്റ്റാർട്ട് ആവണം. 2 പെട്രോളും ഒരേ സെയിം കിക്കിൽ സ്റ്റാർട്ട് ആവണം. അപ്പോൾ ഈ കമ്പർഷൻ കൂടി എടുത്തും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം നമ്മൾ റോഡിലൂടെ ഓടിക്കുകയാണ്, 2-3 പെട്രോൾ വെച്ച് ഓടിക്കുന്ന സമയത്ത് കറക്റ്റ് പിന്നെ സിംഗിൾ കിക്കിൽ സ്റ്റാർട്ട് ആവുന്നത്, സിംഗിൾ സെൽഫിൽ സ്റ്റാർട്ട് ആവുക എന്നുള്ളത്. പിന്നെ അതുമാതിരി തന്നെ കുറഞ്ഞ പെട്രോൾ വെച്ച് ഉപയോഗിക്കുമ്പോൾ കേട്ടോ. പിന്നെ അതുമാതിരി തന്നെ ഗിയർ ഡൗണിങ് ഉണ്ടാകാൻ പാടില്ല. അത് ബ്രേക്കിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഏതെങ്കിലും നമ്മൾ റോഡൊന്നും ഒരിക്കലും ഒഴിഞ്ഞ് കിടക്കില്ലല്ലോ റോഡിൽ. അപ്പോൾ എപ്പോഴും അല്ലെങ്കിൽ ഹർത്താൽ ദിവസമൊക്കെ ആയിരിക്കണം, അല്ലെങ്കിൽ അതിനുള്ള ട്രാക്ക് ആയിരിക്കണം. വല്ല വാഹനമോ വെല്ലങ്ങത്തിലോ അല്ലെങ്കിൽ ക്രോസിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഏതെങ്കിലും ഒരു ഇതിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ ചിലർ ഡിഫറൻറ്റ് കാണും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ടെസ്റ്റ് കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും ബ്രേക്കൊന്നും ചെയ്യാതെ 3 വണ്ടിയിലും ഒരേമാതിരി ബ്രേക്കിംഗ്, ഒരു വണ്ടി ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അതേ ഒരു ബ്രേക്കിംഗ് എല്ലാ വണ്ടിയിലും കൊടുത്തുകൊണ്ട് എല്ലാ പെട്രോളും കൊടുത്തുകൊണ്ടാണ് ടെസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്യാറ്. അതിൻ്റെ ഒരു പോരായ്മകൾ എനിക്ക് ശരിക്കും മനസ്സിലാവും. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഞാൻ ഈ 2 മൈലേജ്, ഒന്ന് നേരെ MRPL, ഈ 6 പെട്രോളിൽ കൂടുതൽ ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ള, ആദ്യം തന്നെ ബെറ്ററായി തോന്നിയിട്ടുള്ള 2 മൈലേജുകളാണ് നേരെ MRPLും. അപ്പോൾ MRPLും നേരെയും തമ്മിൽ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഐഡ്ലിങ്ങിൽ ഇട്ടിട്ടുള്ളൊരു മൈലേജാണ്. എത്ര ടൈം എത്ര ലോങ് നമ്മളിത് വണ്ടി ഓടുന്നുണ്ട് നോക്കുക, അത് സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുന്നുണ്ട് നോക്കാം. അപ്പോൾ ആ ഒരു പെട്രോളായിരിക്കും കൂടുതലായിട്ട് നമുക്ക് കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മൈലേജ് ടെസ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. മൈലേജ് ടെസ്റ്റർ ഇത് കറക്റ്റ് ഇവിടെ ഇതിൽ ഓൾറെഡി കാർബറേറ്ററിൻ്റെ ഇതൊക്കെ ഒഴിവാക്കിയതാണ് കേട്ടോ. കാർബറേറ്ററിൽ സ്റ്റാർട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ്. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് സ്റ്റാർട്ട് ചെയ്ത് വഞ്ചിൻ ഹീറ്റായിട്ടുള്ള വണ്ടിയാണ് കേട്ടോ, കോൾഡ് സ്റ്റാർട്ടല്ല. നമ്മൾ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഹീറ്റ് കോൾഡാണെങ്കിൽ മറ്റേ അതായത് ഒരു പെട്രോളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കോൾഡാണെങ്കിൽ മറ്റൊരു പെട്രോൾ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് ഹീറ്റായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ചെറിയ ഡിഫറൻറ്റ് എന്തായാലും കാണിക്കും. അതുകൊണ്ട് ഞാൻ വണ്ടി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ഹീറ്റാക്കി വെച്ചിട്ടുള്ള വണ്ടിയാണ്. ഓപ്റ്റിമൽ ടെമ്പറേച്ചറിലേക്ക് എത്തിച്ച് വെച്ചിട്ടിരിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് നോക്കാം കേട്ടോ. ഞാൻ എടുക്കുന്നത് ഒരു 40 ml, കൂടുതൽ സമയം ചിലവാക്കുക എന്നുള്ളതല്ല, നമ്മളിതിലുള്ള കുറഞ്ഞ ഒരു തുള്ളി, ഓരോ തുള്ളി പെട്രോൾ എത്രത്തോളം ഡിഫറൻറ്റ് ഉണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഈ 2 പെട്രോളാണ് കൂടുതൽ. 6 പെട്രോൾ പമ്പിൽ, എൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള ലോക്കാലിറ്റിയിലുള്ള 6 പെട്രോൾ പമ്പിൽ ഏറ്റവും കൂടുതൽ പെട്രോൾ പിന്നെ മൈലേജ് കിട്ടിയിട്ടുള്ള 2 പെട്രോളാണിത് കേട്ടോ, ഒന്ന് MRPLും നേരെയും. അപ്പോൾ ഇത് രണ്ടുമാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. 40 ml എടുക്കുന്നത്. ഓക്കെ, ആദ്യം നേരെയുടെ എടുത്ത് നമുക്ക് MRPL എത്തുമെന്നുള്ളതാണ് നോക്കുന്നത് കേട്ടോ. മെഷർമെൻറ്റിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ഒരു തുള്ളി പോലും കൂടിക്കഴിഞ്ഞാൽ ഡിഫറൻറ്റ് കാണിക്കും. ഓക്കെ, ഇപ്പോൾ 40 ml ആയിട്ടുണ്ട്. നോക്കുക കേട്ടോ. എന്തെങ്കിലും ഡിഫറൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക. എനിക്കൊരു ഒരു പെട്രോൾ പമ്പിനെയും ഒരു ഇതിനെ പുകഴ്ത്താനൊന്നുമില്ല. നമ്മൾ പേഴ്സണലായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏതായിരിക്കും ബെറ്റർ ആയിട്ട് നമുക്ക് ചോയ്സ് എന്നുള്ളത് മാത്രം നോക്കുക. അത് ആ ഒരു വിവരങ്ങളോട് അറിയിക്കുകയാണ്. ഫസ്റ്റ് പറയാനുള്ളത്, ഒരു പമ്പുകളും കറക്റ്റായിട്ട്
പിന്നെ ഇപ്പോൾ ഇന്ന് ഈ ഒരു നേരെ മൈലേജിൻ്റെ മിക്കവാറും ആളുകൾ എനിക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒരു നേരെയുള്ള വേറെ നേരയിൽ മൈലേജ് ഉണ്ടായിക്കോളണമെന്നില്ല. അപ്പം ഓരോ പമ്പുകളും വ്യത്യസ്തമായിട്ടുള്ള ഒരു വർക്കിംഗ് രീതികളായിരിക്കാം. ഉടായ്പ് പല രീതിയിലുണ്ട്. അത് നിങ്ങൾക്ക് പലർക്കും അറിയുന്നതാണ്, അത് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ഓരോരുത്തരും പേഴ്സണലായിട്ടുള്ള ഒരു പമ്പിൽ നടത്തുന്ന രീതി അനുസരിച്ചുണ്ടാവും ആ ഒരു പെട്രോൾ പമ്പിലെ മൈലേജ് ഇട്ടാൽ ഏതൊരു ഇതാണെങ്കിലും. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ എൻ്റെ ലൊക്കാലിറ്റിയിലെ കാര്യം വെച്ച് ടെസ്റ്റ് ചെയ്യുന്നു, അതുണ്ടോ ഇല്ലേ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ കോമൺ ആയിട്ട് നിങ്ങളെ വണ്ടിയിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. നിങ്ങളുടെ വണ്ടിയിൽ ഞാൻ ഈ കാണിക്കുന്ന പെട്രോൾ നിങ്ങളുടെ വണ്ടിയിൽ നിന്ന് പഠിച്ചതിന് ശേഷം ഒന്ന് ഓടി നോക്കുക ഡിഫറൻറ്റ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ നമുക്കിത് ഞാൻ വണ്ടി ഒരു കിക്കിൽ സ്റ്റാർട്ടായില്ലെങ്കിൽ ഞാൻ ആ പെട്രോൾ ഒഴിവാക്കും കേട്ടോ. ഒരു കിക്കിൽ സ്റ്റാർട്ടായിട്ടില്ലെങ്കിൽ ആ പെട്രോൾ ഒഴിവാക്കും. കാരണം ഒന്നാമത് പെട്രോൾ പിന്നെ കാലിയായി കിടക്കുകയാണ്, അതിലേക്ക് പെട്രോൾ ചെല്ലും, അതിൻ്റെ ചെറിയ വിഷയങ്ങളുണ്ടാവും. ചിലപ്പോൾ സ്റ്റാർട്ടായിക്കൊള്ളണമെന്നില്ല ഒരു കിക്കിൽ. അതിനൊരു കിക്കിൽ വണ്ടി എൻജിൻ സക്ക് ചെയ്യും. അപ്പോൾ സ്ലോ പൈലറ്റ് ജെറ്റിലൂടെ സക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ ചെറിയ രീതിയിൽ സക്ക് ചെയ്ത മാറ്റം വന്ന ചെറിയൊരു ML വെറിയ ഡിഫറൻറ്റ് കാണിക്കും. അതുകൊണ്ടാണ് ഞാൻ ഒരു കിക്കിൽ സ്റ്റാർട്ടായിട്ടില്ല എങ്കിൽ ഞാനത് മാറ്റുമെന്ന് പറഞ്ഞത്. അപ്പോൾ എത്ര ലക്ഷം വേണ്ട മൂടി വെച്ചേക്കാം. ഞാൻ അത് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ കാർബറേറ്റർ ഫുള്ളായി ഇപ്പോൾ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതിലിപ്പോൾ ഈ പൈപ്പിൽ കുറച്ചുള്ളതാണ്, ഈ ലെവലിലുള്ള ഇതിലുള്ള പെട്രോൾ മാത്രമേ ഇതിലുള്ളൂ. ഇതാ ഇറങ്ങി പോകുന്നുണ്ട്. ഓഫ് മൈ ഗോഡ്, ഓവർഫ്ലോ വന്നു. ഏതാ ഒന്നുകൂടെ നോക്കാം കേട്ടോ. ഞാൻ ആദ്യത്തെ പെട്രോൾ ഒഴിവാക്കി കേട്ടോ, ഓവർഫ്ലോ വന്നു. അപ്പോൾ കംപ്ലീറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഒഴിവാക്കി. പിന്നെ രണ്ടാമത് വീണ്ടും ഒഴിക്കുകയാണേ. 40 മില്ലിയാണ്. പെട്രോൾ കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ചില സമയത്ത് ഒഴിക്കുന്ന സമയത്ത് ചില സമയത്ത് ആ ഒരു ഫ്ലോട്ട് നീഡിൽ ക്ലോസ് ആവാൻ ചില ഒരു ബുദ്ധിമുട്ടുണ്ടാകും കുറച്ച് വീക്കായ വണ്ടികളിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഓവർഫ്ലോ ചില സമയത്ത് പോകുന്നത്. ഓവർഫ്ലോ സമയത്ത് അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ ബുള്ളറ്റൊക്കെ അങ്ങനെ പഴയ വണ്ടിയൊക്കെ എടുക്കുന്ന ഒന്ന് കാർബറേറ്റർ ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ കഴിയുന്നതും പിന്നെ പെട്രോൾ ഫുൾ ഒഴിവാക്കി കഴിഞ്ഞാൽ പെട്രോൾ ഫുള്ള് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ടാങ്കിൽ ഫ്യൂൽ കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ പെട്രോൾ അടിക്കുന്നതെങ്കിൽ ഫ്യൂൽക്കൊക്കെ ഓഫ് ചെയ്തിട്ട് പെട്രോൾ അടിക്കുന്നുണ്ട്, തുറന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഒരു പരിധി വരെ നമുക്ക് ഓവർഫ്ലോ ഒന്ന് രക്ഷപ്പെടാൻ പറ്റും. ഞാൻ അതിങ്ങനെ പൊക്കി വെക്കുകയാണ് കംപ്ലീറ്റ് ഊർന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ എന്താ സ്ഥിതി നോക്കട്ടെ, ഒന്നുകൂടെ ഒന്ന് തുറന്നു നോക്കട്ടെ കേട്ടോ. നമുക്ക് ഒരു തുള്ളി ഡ്രോപ്പ് പോയി കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റായിട്ട് ആ വാല്യൂ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരു പെട്രോൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്ര അക്യുറേറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് റോഡ് ടെസ്റ്റ് ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യാം കേട്ടോ. റോഡ് ടെസ്റ്റും കറക്റ്റ് പറഞ്ഞുതരാം ഞാൻ. അതൊന്ന് പുലർച്ചെ സമയങ്ങളിലൊക്കെ നടക്കുള്ളൂ, അല്ലെങ്കിൽ ഓക്കെ. 40 ml കംപ്ലീറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓവർഫ്ലോ ഒന്നും വരുന്നില്ല കേട്ടോ. അത് കറക്റ്റാണ്, ഫുള്ള് കാലിയായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്കിനി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സിംഗിൾ കിക്കിൽ സ്റ്റാർട്ട് ആവുകയാണെങ്കിൽ മാത്രമേ ഇത് ഞാൻ സക്സസ് ആക്കുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അടുത്ത് ചെയ്യും. സ്റ്റോപ്പ് വാച്ച് കറക്റ്റ് ടൈം ഓക്കെയാണ്. സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഓക്കെ ചെയ്യണം. സിംഗിൾ കിക്കിൽ സ്റ്റാർട്ടാവണം. ഓക്കെ,
ഞാനിത് 2 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഞങ്ങളിത് തരുള്ളൂ കേട്ടോ. ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യം ചെയ്തിട്ട് കൺഫേം ചെയ്യും. അത് ഡിഫറൻറ്റിന് മാത്രമേ ഞാനിതൊരു തീരുമാനങ്ങൾ പറയുള്ളൂ. നേരണ്ടാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. 2 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ പറയുള്ളൂ. ഞാൻ 2 പ്രാവശ്യം 2 വർഷം ടെസ്റ്റ് ചെയ്യും. അത് കറക്റ്റായിട്ട് എന്തെങ്കിലും ഒരു ഡിഫറൻറ്റ് വന്നുണ്ടോ, ചെറിയ വലിയ ഡിഫറൻ്റ് ഒക്കെ ആണെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ്. 2 ഒരേ മാതിരിയായി വരുന്നതെങ്കിൽ നമുക്ക് ശരിക്കും ഒരു കൺക്ലൂഷൻ എത്താൻ പറ്റും. ചെറിയ ക്രാങ്ക് നോയ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ അയക്കാൻ സമയം കിട്ടിയിട്ടില്ല. സ്വന്തം വണ്ടി അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. നമ്മുടെ വണ്ടി വർക്കെടുക്കാൻ സമയം കിട്ടാറില്ല. നാല് 39:76 നേരെ ഓടിയതാണ് കേട്ടോ. 4 പൈഡ്ലിങ് കാർഡ് 4:39:76 അപ്പോൾ നമ്മൾ ഇനി അടുത്തെടുക്കുന്ന MRPL-ലാണ്. MRPL ഡെൻസിറ്റി കൂടി 755.4 ഡെൻസിറ്റി കാണിച്ചൊരു പെട്രോളാണിത് കേട്ടോ. അപ്പോൾ അത് ഒരു ഞാൻ പറഞ്ഞ സന്ധ്യാസമയം ഒരു 7:30 സമയത്താണ് പെട്രോൾ വാങ്ങിച്ചത്. ഏതായാലും ഈ ഒരു ടെസ്റ്റ് വഴി ഏകദേശം ഒരു ധാരണയിൽ നമുക്ക് എത്താൻ പറ്റുമല്ലോ. ഇനി റോഡ് ടെസ്റ്റ് വേണമെന്നൊരു കമൻറ്റ് ചെയ്യുക. റോഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വിഷയങ്ങൾ ചില ആളുകൾക്ക് അക്യുറേറ്റ് ആയിട്ട് കിട്ടില്ല എന്നുള്ള അഭിപ്രായമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടെസ്റ്റ് ഇങ്ങനെ ആക്കിയത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴേ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും പെട്രോൾ അടിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമുക്ക് എനിക്കിത് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത് കേട്ടോ. ഞാൻ പെട്രോളാണേലും ഡീസലാണേലും 40 ആയിട്ടുണ്ട്. ഒഴിക്കുകയാണ് കേട്ടോ. ഈ മൈലേജ് ടെസ്റ്റിൻ്റെ പാത്രം വാങ്ങിയിട്ടൊന്ന് മൈലേജ് ടെസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് ആണെന്ന് പറയരുത്. കാരണം ചിലപ്പോൾ നിങ്ങൾ കൂടുതൽ പെട്രോൾ കാണിക്കും. കാരണം ഇതിൻ്റെ ആ മെഷർമെൻറ്റ് മാർക്ക് റെഡിയല്ല കേട്ടോ. റെഡി ഉള്ളതുണ്ടാവും, പക്ഷെ ഞാൻ ആദ്യം വാങ്ങിച്ചേക്കുന്ന സാധനത്തിന് ഇത് റെഡിയല്ല. നോക്കുക. അപ്പോൾ ഇത് നിങ്ങൾ എപ്പോഴും ഇങ്ങനെയുള്ള ഒരു മെഷർമെൻറ്റ് വാങ്ങിയിട്ട് പിന്നെ അളന്നതിന് ശേഷം മാത്രം മൈലേജ് ടെസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇതിൽ കൂടുതലായിരിക്കും. ഇതിൽ 50 എന്നുള്ള 40 ml ഉള്ളൂ. നമ്മൾ ഇതിൽ 50 പറയുമ്പോൾ ഇത് 40 ml. അപ്പോൾ ഇത് 50 ആണെന്ന് കാണിക്കുക. നമ്മൾ കൂടുതൽ പെട്രോൾ മൈലേജ് കാണിക്കും. അതുകൊണ്ട് അത് പ്രശ്നമാണ്. നിങ്ങൾക്ക് നല്ല മൈലേജ് വണ്ടിക്കുണ്ടെന്ന് തോന്നും. അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള നമ്മൾ ഇങ്ങനെയുള്ള പാത്രങ്ങൾ വാങ്ങിച്ച് അളവ് പാത്രങ്ങൾ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ മൈലേജ് ടെസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിലുള്ള ഒരു മാർക്ക് കഴിച്ച് ഒരിക്കലും നമ്മളിതിൽ കാൽക്കുലേറ്റ് ചെയ്യരുത്. അപ്പോൾ ഞാൻ തുറക്കാൻ പോവാണ്. ഓവർഫ്ലോ ഉണ്ടോ നോക്കണം. ഇറങ്ങി പോകുന്നുണ്ട്. വന്നു, എയർഫ്ലോ വന്നു. ഇനി കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് വേണം ചെയ്യാൻ. അത് ഓവർഫ്ലോ ആയിരുന്നു, അതുകൊണ്ട് വേറെ ഒഴിച്ചു.
അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ 40-50 ml പെട്രോൾ ശരിക്കും സമ്പിൽ കൊള്ളും. ശരിയായ രീതിയിൽ സമ്പിൽ പെട്രോൾ സമ്പിൽ 50 ml അടുത്ത് പെട്രോൾ കൊള്ളും. പക്ഷേ 40 ml മാത്രമേ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുള്ളൂ, 35-40 ml. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ 50 ml പെട്രോൾ ഉപയോഗിച്ചാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഈ 50 ml പെട്രോൾ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ 15 ml പെട്രോൾ ഓൾറെഡി സമ്പിലുണ്ടാവും. ആ 15 ml രണ്ടുകൂടി മിക്സ് ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്യുക. അതുകൊണ്ട് ഈ ഓയിൽ പെട്രോളിൻ്റെ സമ്പിലെ ആ ഒരു ഇത് കംപ്ലീറ്റ് അൺസ്ക്രൂ ചെയ്ത് ഇവിടെ സ്ക്രൂ ലൂസാക്കിയതിന് ശേഷം നമ്മൾ കംപ്ലീറ്റ് ഡ്രെയിൻ ഔട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് പെട്രോൾ ഒഴിക്കുന്നത് കേട്ടോ. അത് ശ്രദ്ധിക്കുക. അതല്ലാതെ നമ്മൾ ഒരിക്കലും നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം മറ്റേ പെട്രോൾ ഇതിലൂടെ 15 ml കൂടെ അടുത്തതോടെ മിക്സ് ആയിരിക്കും. നമ്മൾ ഈ 40 ml ഒഴിക്കുന്നത് കറക്റ്റായിട്ട് 40 ml തന്നെ പെട്രോൾ അതിലുണ്ടാവുള്ളൂ. പിന്നെ റോഡ് ടെസ്റ്റ് 1 ലിറ്റർ ഒരു കമൻറ്റ് പറഞ്ഞിട്ട് 1 ലിറ്റർ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യണം എന്നല്ല. 1 ലിറ്റർ ഒരു വണ്ടിയുടെ ടെസ്റ്റ് ചെയ്ത് നടക്കും. കാരണം എന്തായാലും 40-50 കിലോമീറ്ററോളം വണ്ടി ഓടേണ്ടി വരും. അപ്പോൾ ഒരു വണ്ടി ഒരു ഇത് വെച്ച് അതേ ട്രാക്കിൽ ഒരു 40-50 കിലോമീറ്റർ ഒന്നും ഒരിക്കലും നമുക്ക് ഒരേ ഗിയറിൽ ഗിയർ ഡൗൺ ചെയ്യാതെ അതല്ലെങ്കിൽ ബ്രേക്കിംഗ് ചെയ്യാതെ എല്ലാ വണ്ടി ഈക്വലായിട്ട് ഓടിക്കുക പറഞ്ഞാൽ പോസിബിൾ അല്ല. അതുകൊണ്ടാണ് കമ്പാരിസൺ ടെസ്റ്റ് ആയിരിക്കും എപ്പോഴും ലോ ക്വാണ്ടിറ്റി പെട്രോൾ ഉപയോഗിച്ചിട്ട് കുറഞ്ഞ അളവിൽ മാത്രമേ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, കമ്പേഴ്സൺ ടെസ്റ്റ്. അതല്ലെങ്കിൽ പ്രത്യേക ഒരു വണ്ടിയുടെ മൈലേജാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ പറയുന്നത് ഓക്കെയാണ്, പെട്രോൾ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതല്ലാതെ കമ്പേഴ്സൺ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഒരു 3-4 പെട്രോൾ എടുത്തിട്ട് ഒരേ രീതിയിൽ 50 കിലോമീറ്റർ റോഡ് പറഞ്ഞാൽ ഒരിക്കലും പോസിബിൾ അല്ല കേട്ടോ. കാരണം അങ്ങനത്തെ ട്രാക്കും കാര്യങ്ങളൊന്നും നമുക്ക് അവൈലബിൾ അല്ല. നമ്മൾ സാധാരണക്കാരാണ്. വേറെ ടെസ്റ്റിങ്ങൊക്കെ ആ രീതിയിലാണ് ഉണ്ടാവുക. ഇങ്ങനെ തുറക്കാൻ പോവാണ് കേട്ടോ. അതിന് തന്നെ നമുക്ക് പെട്രോൾ ഓവർഫ്ലോ വരുന്നുണ്ടോ നോക്കാം. വരുന്നുണ്ടെങ്കിൽ പണി കിട്ടും. ഓക്കെയാണ്, ഓവർഫ്ലോ വരുന്നില്ല. ഞാൻ ഇഗ്നിഷൻ ഓൺ ചെയ്യാണ്. സിംഗിൾ കിറ്റിൽ സ്റ്റാർട്ടാകണം, അല്ലെങ്കിൽ രണ്ടാമത് വീണ്ടും റീഫിൽ ചെയ്യാം. ഓക്കെ, ഷോർട്സിലൊന്നും കാണിച്ചിട്ട് പെട്ടെന്ന് അതാണ് ഇതാണ് നല്ലത് 3 മിനിറ്റ് കൊണ്ടല്ല അതാണ് ഇതാണ് നല്ലത് നല്ല അതല്ല ചെയ്യേണ്ടത്. നമുക്ക് കറക്റ്റായി ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ കറക്റ്റ് റിസൾട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ കുറച്ചൊരു ക്ഷമ എനിക്കും വേണം, കാണാൻ നിങ്ങൾക്കും വേണം കേട്ടോ. പല കമൻറ്റുകളും കണ്ടിട്ടുണ്ട് ഞാൻ. അതായത് കൂടുതലായിട്ട് MRPയിലാണ് നല്ലത്, നേരാണ് നല്ലതെന്ന് പറയും, നേരെ മോശം എന്ന് പറയുന്ന ആളുകളുണ്ട്. ഞാൻ പറഞ്ഞ ചില ലൊക്കാലിറ്റിക്ക് നേരെ മോശമായിരിക്കാം. ഞാൻ പറഞ്ഞത് അതൊക്കെ ഡിപ്പെൻഡ് ഓൺ പമ്പാണ്. പിന്നെ അതേമാതിരി MRPയിൽ നല്ലതെന്ന് പറഞ്ഞാൽ MRPയിൽ പെട്രോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇതുവരെ അടിച്ചിട്ടില്ല. കാരണം എനിക്ക് എൻ്റെ ഓപ്പോസിറ്റ് ഞാൻ വരുന്ന സാഹചര്യം സഞ്ചരിക്കുന്നതിന് ഓപ്പോസിറ്റാണ് പമ്പുകൾ. ഞാനങ്ങനെ പമ്പ് സെലക്ട് ചെയ്ത് അടിക്കുന്ന ആളൊന്നും അല്ലായിരുന്നു. പിന്നെ എനിക്ക് പിന്നെ ഈ അടുത്ത തോന്നിയിട്ടുള്ളത് മൈലേജ് എന്നുള്ളത് കൺസിഡർ ചെയ്ത് നോക്കാൻ മതി. ഇത്രയും പമ്പ് ഉണ്ടാകുമ്പോൾ ഒരു പമ്പിൽ മാത്രം തിരക്കും, ചില പമ്പുകളിൽ ഭയങ്കര പിന്നെ പറ്റ ഒരു കുറവും ആൾ തീരെ ഇല്ലാത്ത പമ്പ് വരാത്ത പമ്പ് അങ്ങനെ നോക്കിയപ്പോഴാണ് എനിക്ക് എന്തിലെന്തോ ഡിഫറൻറ്റ് എന്നുള്ളത്, എന്താണ് ജനങ്ങളിൽ നിന്ന് അവോയ്ഡ് ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏത് പമ്പൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ടെസ്റ്റ് നടത്തിയേക്കാന്നുള്ള ഒക്കെ എൻ്റെ തൊട്ടടുത്താണ്. 6 പമ്പുള്ള എൻ്റെ ഒരേ ഒരു പിന്നെ തൊട്ടടുത്തുള്ളതാണ്. അപ്പോൾ തൊട്ട ചെറിയ 1 കിലോമീറ്റർ പരിധിയിൽ എനിക്ക് 1-1.5-2 കിലോമീറ്റർ പരിധിയിൽ ഒരു 3 കിലോമീറ്റർ പരിധിയിൽ 6 പമ്പുണ്ട്. അപ്പോൾ ഈ 6 പമ്പ് എന്നുള്ളത് എടുത്തിട്ട് ചെയ്യുകയാണ് ഞാൻ. അപ്പോൾ ആരും പുകയത്താനൊന്നല്ല, നിങ്ങൾ സ്വയം സെലക്ട് ചെയ്യുക. ഈ ഒരു എനിക്ക് കിട്ടിയ റിസൾട്ട് വെച്ചിട്ട് നിങ്ങൾ സ്വയം സെലക്ട് ചെയ്ത് നോക്കുക. അതായത് നേരെയാണോ, എല്ലാവരും പറഞ്ഞ് നേരെയാണോ നല്ലത്. ചിലർക്ക് MRPയിൽ പറയുന്നു, MRPയിൽ ഞാനിപ്പോൾ ആദ്യമായിട്ട് നോക്കുകയാണ്. MRPയിലാണ് നേരെയാണ് ബെറ്റർ എന്നുള്ളതാണ് ഇപ്പോൾ ലാസ്റ്റായിട്ട് എത്തേണ്ട കൺക്ലൂഷനിൽ എത്തേണ്ട സംഗതി. അതുകൊണ്ട് MRPയിൽ ആണെങ്കിൽ ഓക്കെ, MRPയിലാണ്. നേരെ ആണെങ്കിൽ നേരെയാണ്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ക്വാണ്ടിറ്റി ടെസ്റ്റാണ് കേട്ടോ. പിന്നെ അതേമാതിരി 95 XP100 XP95 പ്രീമിയം പെട്രോളിനെ കുറിച്ചുള്ള ടെസ്റ്റിംഗാണ് അടുത്തത്. അതേമാതിരി പിന്നെ ക്വാണ്ടിറ്റി ഏത് പമ്പാണ് ഏറ്റവും കൂടുതൽ കറക്റ്റ് അക്യുറേറ്റ് ആയിട്ട് ക്വാണ്ടിറ്റി നമുക്ക് സപ്ലൈ ചെയ്യുന്നത് കൂടെ നമുക്ക് നോക്കാനുണ്ട്.
ഇനി ഇതിൻ്റെ റോഡ് ടെസ്റ്റ് വേണമെന്നുള്ള ആളുകളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ആയിട്ടില്ല ഓഫ് ആവാനുള്ള എല്ലാ ടെൻഡൻസിയും ഉണ്ട്. 4-9, 4-11, ഒക്കെ 12, 13, 14, 4-14-92 MRP ലോഡ് ചെയ്ത് നോക്കട്ടെ. 4-39, 14 സെക്കൻഡ്, 4-14 സെക്കൻഡ്, 4 മിനിറ്റ് 14 സെക്കൻഡ്, മറ്റേ 4 മിനിറ്റ് 39 സെക്കൻഡ്. അതൊരു ചെറിയൊരു ഡിഫറൻറ്റ്. ആ 14 സെക്കൻഡിൻ്റെ 39 സെക്കൻഡിൻ്റെ ഒരു ഡിഫറൻറ്റ്. എന്തായാലും ഇതിൽ നേരെയാണ് ഈ 2 പെട്രോൾ എനിക്കിപ്പം കിട്ടിയ ടെസ്റ്റ്. നമുക്ക് വേണം ഈ സെയിം പ്രൊസീജിയർ ഒന്നുകൂടെ ആവർത്തിച്ച് നോക്കാം കേട്ടോ, ഏതാണെന്നുള്ളത്. അപ്പോൾ ഇതിലും അങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഞാൻ നിങ്ങളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന പിന്നൊക്കെ ഷോർട്സ് ആയിട്ട് കാണും. ഇനിയിപ്പം പ്രോപ്പറായിട്ടാണ് 2 ടെസ്റ്റ് ഞാൻ കാണിച്ച്, ഈ 2 ടെസ്റ്റും എൻഡിലേക്ക് നിങ്ങൾ കാണിക്കുക. ഞാൻ പെട്രോൾ ഒഴിക്കുന്നുണ്ട്, പിന്നെ പെട്രോൾ ഒഴിക്കുന്നത് കാണിക്കും. പിന്നെ ഇത്രയും ടൈം ഡിലേ ആവേണ്ടെന്ന് കരുതിയിട്ട് കുറച്ച് കട്ട് ചെയ്തിട്ടായിരിക്കും കാണിക്കുക. വീഡിയോ കട്ട് ചെയ്തിട്ട് ലാസ്റ്റ് അതിൻ്റെ റിസൾട്ടാണ് നിങ്ങൾ കാണിക്കുക. ഓക്കെ. 4-10. അപ്പോൾ ഇതിൽ 4-10-6-4 2 സെക്കൻഡ്, 4-10-6-4 രണ്ടാമത്. അതായത് രണ്ടാമത്തിൽ പിന്നെ കുറച്ചുകൂടി കുറഞ്ഞിട്ടുണ്ട്. 6-4 പിന്നെ MRPയിൽ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്തതിലും നേരെയാണ് വിൻ ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ ഈ രണ്ടാമത്തെ ടെസ്റ്റിൽ നേരെയാണ് കൂടുതലായിട്ട് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ നേരെയാണ് മൈലേജ് എന്നുള്ളത്. അതൊരു സംശയം വേണ്ട. നമ്മൾ അടുത്ത് ഞാൻ എടുക്കാൻ പോകുന്നത് നേരെയാണ്. രണ്ടാമത് ടെസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പെട്രോൾ ഒഴിവാക്കുന്നത് എങ്ങനെ, ഇപ്പോൾ വണ്ടി ഇപ്പോൾ ഓഫായിട്ടുണ്ട്. ഞാൻ മുമ്പ് ആ വീഡിയോ ആദ്യം കാണിച്ചിട്ടില്ല. ഞാനിപ്പോൾ അതിലുള്ള പെട്രോൾ ഒഴിവാക്കി. ഞാൻ 40 ml പെട്രോൾ ഒഴിച്ച് 20 ml 30 ml 20 ml മുകളിലൊക്കെ നമുക്ക് ഇതിൽ വർക്ക് ചെയ്യുള്ളൂ. ബാക്കിയുള്ള സമ്പിൽ താഴെ കിടക്കുക. ജെറ്റ് വലിക്കുന്ന ജെക്കിൻ്റെ ഹൈറ്റ് അനുസരിച്ച് ഉണ്ടാവുള്ളൂ. അത് ഇപ്പോൾ 20 ml പെട്രോൾ പുറത്തേക്ക് വരുന്നുണ്ട്. 40 ഒഴിച്ചാൽ 20 ml മാത്രമേ എടുക്കുന്നുള്ളൂ. കുറച്ച് ഓവർ ലൂസാക്കി ഇതിലൂടെ പോകുന്നു കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതിൽ പെട്രോൾ കംപ്ലീറ്റ് ഒഴിവാക്കി ഞാൻ. അപ്പോൾ ഇനിയാണ് മറ്റേ പെട്രോൾ ഒഴിക്കുന്നത് കേട്ടോ. കാരണം സാധാരണ സമ്പിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഒഴിച്ചിട്ട് പെട്രോൾ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിൽ ഫുൾ ഒരു സമ്പിൻ്റെ അടി വരെ മൊത്തത്തിൽ വലിച്ചെടുക്കില്ല. അത് ചെറിയ വെള്ളമോ കരടോ ഒക്കെ ഉണ്ട്, ഇതിലേക്ക് കയറാതിരിക്കാൻ വേണ്ട ഒരു സേഫ്റ്റി ഫീച്ചറാണത്. ഇത്രയും ഡിഫറൻറ്റ്. രണ്ടാമത് ഇത് MRPയിൽ നമുക്ക് കിട്ടിയ 4-10. ഓക്കെ. 4-48 വരെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് പ്രാവശ്യം ടെസ്റ്റ് ചെയ്തതിൽ ഒന്ന് കിട്ടിയ 4-14 4-10 MRP അല്ലെങ്കിൽ ഒരു ടെസ്റ്റിൽ 4-39 4-48. നല്ല ഡിഫറൻറ്റ് പിന്നെ റിലയൻസിൻ്റെ നേരയുടെ പെട്രോൾ കാണിക്കുന്നുണ്ട്. അപ്പം ഇത് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾ ഈ ഒരു ടെസ്റ്റ് കണ്ടതിന് ശേഷം, ഞാൻ എൻ്റെ ടെസ്റ്റിൽ കണ്ടിട്ട് ഒരിക്കലും നിങ്ങളൊരു കൺക്ലൂഷനിൽ എത്തണ്ട. പക്ഷേ എൻ്റെ ഈ ഒരു ടെസ്റ്റിൽ ഇപ്പം ഐഡ്ലിങ്ങിൽ വെച്ചിട്ടുള്ള ഈ ടെസ്റ്റിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് നേരെ തന്നെയാണ് MRPയിലേക്കാളും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി വേണം നമുക്ക് കമൻറ്റ് ചെയ്താൽ ആർക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് ഉറപ്പിക്കണം എന്നുള്ള ആളുകൾക്ക് വേണം റോഡ് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. കാരണം ഞാൻ നേരെയുടെ ആളല്ല. ഞാൻ സത്യം പറഞ്ഞാൽ നേരെ എത്രയും മൈലേജ് ബെറ്റർ ആണെന്നുള്ളത് എനിക്ക് ഞാൻ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ MRPയിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് കളറും മറ്റേ കൂടുതൽ കാണുന്നുണ്ടെങ്കിലും അതേമാതിരി തന്നെ ഡെൻസിറ്റി കുറച്ച് കൂടുതൽ കാണിക്കുന്ന MRPയിൽ ആണെങ്കിലും കൂടെ ഈ ഒരു സംഗതി എങ്ങനെ വന്നു എന്നുള്ളത് എനിക്കറിയില്ല. അറിയുന്നവർ കമൻറ്റ് ചെയ്യും. അതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് വല്ലാതെ പഠനം നടത്തിയ ആളൊന്നുമല്ല. ഇതിൻ്റെ ഒരു നോർമൽ ഒരു പേഴ്സൺ സാധാരണക്കാർക്ക് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മൈലേജ് തന്നെയാണ് ബെനിഫിറ്റ്. മൈലേജ് ഡെൻസിറ്റി വെച്ചിട്ട് കൂടുതലാണ്, ഡെൻസിറ്റി വെച്ച് കുറവാണെന്നൊക്കെ ഞാൻ എൻ്റെ ഒരു റിസർച്ചിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള സംഗതിയാണ്. പഠനത്തിൽ അതായത് എൻ്റെ ഒരു സെർച്ചിങ് എനിക്ക് മനസ്സിലായിട്ട് സംഗതി ഡെൻസിറ്റി കൂടുമ്പോൾ മൈലേജ് കൂടുന്നുള്ളതാണ്. പക്ഷേ ഡെൻസിറ്റി കുറവാണ് MRP സാധാരണ ഈ നേരെ കുറച്ച് കണ്ട് ഡെൻസിറ്റി കുറച്ച് കൂടുതലാണ് MRPയിൽ കണ്ട്. അതുകൊണ്ട് എത്രയോളം കൂടുതൽ ഡെൻസിറ്റി കൂടാം, അങ്ങനെയും സാധ്യതയുണ്ട്. അപ്പോൾ ഏതായാലും എത്തനോൾ കുറഞ്ഞത് കൊണ്ടായിരിക്കാം ഇതിൽ കുറച്ച് ഡെൻസിറ്റി കുറഞ്ഞത് പിന്നെ നേരയിൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു തീരുമാനത്തിലെത്തുക. നിങ്ങൾ നേരെയും MRPയിലും അടുത്തൊട്ട് പമ്പുണ്ടോന്ന് അടിച്ച് നോക്കുക. എന്നാൽ മൈലേജ് ഏതാ കിട്ടുന്നത് സെലക്ട് ചെയ്യുക. ഓക്കെ. എൻ്റെ ടെസ്റ്റിൽ എൻ്റെ പരീക്ഷണത്തിന് തെളിഞ്ഞ ഇതാണ്. അപ്പോൾ അടുത്ത വീഡിയോ മൂലം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.